ഫെബ്രുവരി 28 വിശുദ്ധ റോമാനൂസും ലൂപ്പീനോസും. രണ്ട് ഫ്രഞ്ച് സഹോദരന്മാരാണ് ഇവർ. ഫ്രാൻസിലെ അപ്പർ ബുഗയിൽ ഏകദേശം 390 റൊമാനൂസ് ജനിച്ചത്. 35-ാമത്തെ വയസ്സിൽ തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് റൊമാനൂസ് ലിയോണിൽ ആശ്രമജീവിതം നയിക്കാൻ തുടങ്ങി. കൂടുതൽ ഏകാന്തവും കഠിനവുമായ ജീവിത രീതിയിലേക്ക് തന്നെ ദൈവം വിളിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. പിന്നീട് ഫ്രാൻസിനും സ്വിറ്റ്സർലൻഡിനും മധ്യയുള്ള ജൂറ പർവ്വതനിരയിൽ സെയിൻറ്റ് ക്ലോഡ് എന്നറിയപ്പെടുന്ന കൊണ്ടാറ്റിലേക്ക് അദ്ദേഹം താമസം മാറ്റി. അവിടെ അദ്ദേഹം പ്രാർത്ഥനയിലും വായനയിലും ഉപജീവനത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിലും സമയം ചിലവഴിച്ചു. താമസിയാതെ അനുജൻ ലൂപ്പീനോസും അദ്ദേഹത്തിനൊപ്പം താമസിക്കാൻ തുടങ്ങി. ഇവരുടെ ജീവിത രീതിയിലും ഇവർ ചെയ്തിരുന്ന അത്ഭുത പ്രവർത്തികളിലും ആകൃഷ്ടരായി അനേകർ ഇവരോടൊപ്പം ചേർന്ന് സന്യാസ ജീവിതം നയിച്ചു. കർശനമായ ആശ്രമ ജീവിതത്തോടൊപ്പം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഈ വിശുദ്ധർ നേതൃത്വം നൽകി. അവർ കൂടുതൽ ആശ്രമങ്ങൾ സ്ഥാപിച്ചു. അവ പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറി. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആശ്രമങ്ങളും അവർ ആരംഭിച്ചു. വിശുദ്ധ റൊമാനൂസിൻ്റെ ഏറ്റവും ശ്രദ്ധേയനായ ശിഷ്യനാണ് വിശുദ്ധ യൂജെൻഡസ്. അദ്ദേഹം സന്യാസ ജീവിതത്തിൽ റൊമാനൂസിൻ്റെ സഹായിയും പിൻഗാമിയുമായി. ഒരു നല്ല ആത്മീയ അധ്യാപകനായിരുന്ന വിശുദ്ധ റൊമാനൂസ് അനേകരെ വിശുദ്ധിയുടെ പാതയിൽ നയിച്ചു. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ജീവിതത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ആൻസലിലെ വിശുദ്ധ ഹിലാരിയാണ് റൊമാനൂസിന് പൗരോഹിത്യം നൽകിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 2 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയതാണ് വിശുദ്ധ റൊമാനൂസിൻ്റെ ശ്രദ്ധേയമായ ഒരു അത്ഭുതം. 465 സ്വാഭാവിക കാരണങ്ങളാൽ അദ്ദേഹം മരിച്ചു. മാനസിക രോഗത്തിനുള്ള പ്രത്യേക മധ്യസ്ഥനായി വിശുദ്ധനെ ബഹുമാനിക്കുന്നു. വിശുദ്ധ റൊമാനൂസിൻ്റെ മരണശേഷം 20 വർഷം കഴിഞ്ഞാണ് വിശുദ്ധ ലൂപ്പീനോസ് മരിച്ചത്.